ഭയങ്കര വിഷമോ സാറേ ഇങ്ങനെ ജീവിച്ചു പോവാൻ. പല പ്രാവശ്യവും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ, പക്ഷെ ഈ ഒരു കൊച്ചും കൂടെ എനിക്ക് കല്യാണം കഴിക്കാതെ കിടക്കുന്നുണ്ട്. നാളെ ആ കൊച്ചു പെരുവഴിയിലായി പോവും. ഇതുങ്ങൾക്ക് അത്ര കഴിവൊന്നും ഇല്ല സാറേ, കഴിവില്ലെന്നല്ല സാറേ. എന്റെ ഭർത്താവിന് ആദ്യം ഒരു ചായക്കടക്കാരി പെണ്ണുമായിട്ട് ഒരു അടുപ്പത്തിലായിരുന്നേ. അതിന് കെട്ടിയവനുണ്ടായിരുന്നു. അവളുടെ ആദ്യത്തെ കെട്ടിയവനെ അവള് കാമുവിനെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് അയാൾ കുറച്ചു ദിവസം കിടന്ന്, എന്നിട്ട് അയാൾ മരിച്ചുപോയി. എന്നിട്ട് ഈ കാമുകന് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അപ്പൊ അവന് ഈ കാമുകന് വേറൊരു പെണ്ണും അവന്റെ ഭാര്യയും അതിന് 2 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. അതിനെ ഉപേക്ഷിച്ചിട്ടാണ് ഇവരുടെ കൂടെ വന്നത്. എന്നിട്ട് അങ്ങനെ എന്റെ പുള്ളി അങ്ങനെ ചായ കുടിക്കാനാണെന്ന് പറയുമ്പോ ഒരു ഹോട്ടൽ നടത്തുന്ന ചായ കുടിക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് ഇവളെ എന്റെ കെട്ടിയവനെ വശീകരിച്ചു പിടിച്ച് നമ്മുടെ വീട്ടിലുള്ള തേങ്ങ മുഴുവനും പണമായിട്ടും അങ്ങനെ സർവത്ര വീട്ടിലുള്ള പ്ലേറ്റ് അങ്ങനെ ഉള്ള പാത്ര സാധനങ്ങളെല്ലാം ഇവളങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്തു. അവസാനം അവള് 50,000 രൂപ ചോദിച്ച പിന്നെ അങ്ങനെ ഞങ്ങളോട് അവസാനം വന്ന് ചോദിച്ചപ്പോഴാണ് ആ പരിസരത്തുള്ള ഓട്ടക്കാരെന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കെട്ടിയവനാണ് ഇത്, പുള്ളിക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്നിങ്ങനെ പലരും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആള് തെറ്റിയതാ ചേട്ടാ, എന്റെ കെട്ടിയവൻ അങ്ങനത്തെ ആളല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം പിന്നെ നോക്കുമ്പോ പൈസയൊക്കെ ഇങ്ങനെ ചോദിച്ചല്ലോ. അപ്പൊ ഞാനും എല്ലാം ഇങ്ങനെ പരീക്ഷ നോക്കുമ്പോ സംഭവം ശരിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വെള്ളം അങ്ങനെ ആദ്യമായിട്ട് ആ പെണ്ണുമായിട്ട് അടുപ്പം തുടങ്ങിയപ്പോ വെള്ളമടി തുടങ്ങി. അതുവരെ വെള്ളമൊന്നും അടിക്കൂലായിരുന്നു. വെള്ളമടി തുടങ്ങി. വെള്ളം അടിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് എന്നെ ഭയങ്കര സ്നേഹം കാണിക്കുന്ന പോലെ വെച്ചിട്ട് എന്റെ വയറിനെല്ലാം ഞെക്കിപ്പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താ പിടിപെടൂല. മൂത്ത ഇളയ മോനെ എവിടെ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത കൊച്ചു ജോലി സ്ഥലത്തോടെ. എന്നിട്ട് ഇവനെ പുള്ളി അകത്തുനിന്ന് കതക് അടിച്ച് കുറ്റിയിടും. എന്നിട്ട് എന്ത് ചെയ്താ പിടിവിടൂല. ഭയങ്കര സ്നേഹം കാണിക്കില്ല. സ്നേഹം കാണിച്ച് വയറിനിങ്ങനെ പിടിച്ചിട്ട് അവസാനം ഗർഭപാത്രത്തിനകത്ത് മുഴയായി വന്നെന്ന് വരെ പറഞ്ഞു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ. അത് കഴിഞ്ഞ് പിന്നെ എന്റെ മുടി രാത്രിയിൽ ഇറങ്ങി പോവുക. അങ്ങനെ പറയുമ്പോ ഞാൻ ചോദിക്കും, നിങ്ങൾ പകലെതിരെ പോകുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ രാത്രിയിൽ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് നല്ല നീട്ടമുണ്ട് മുടിക്ക്. അപ്പൊ ഈ പുള്ളി ഞാൻ കുളിച്ചിട്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ട സമയമാകുമ്പോ ഇങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. മുടിക്കുത്തിന് ഇങ്ങനെ പിടിച്ച് ഒരു 1.5-2 മണിക്കൂറോളം എന്റെ മുടിക്കുത്തിന് പിടിക്കുക മാത്രല്ല, പിടിച്ച് അങ്ങ് ഓലയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം എന്റെ മുടിക്ക് പിടിച്ചു. അത് കഴിഞ്ഞ് ആ പ്രശ്നം അതങ്ങ് വിട്ടു. ഇവള് 50,000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിട്ടു. ആ പുറകെ തന്നെ വേറെ ഒരു ഹിന്ദു പെണ്ണിനെ അമ്മയും മോളും ഉള്ള ഒരു കുടുംബത്തിലെ തന്നെ. അമ്മക്ക് കെട്ടിയവനില്ല. അമ്മ അതിന്റെ അവർക്ക് 3 പെൺമക്കളാണ് ഉള്ളത്. അതില് 2ാമത്തെ മോളെ കെട്ടിയവൻ ഉപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ 2 ചെറിയ പിള്ളേരാണ് ഇവൾക്കുള്ളത്. ചെറിയ പ്രായമായി പെണ്ണിനും. അവൾക്ക് ഒരു 25-27 വയസ്സേ പോണ്ടാവാൻ സാധ്യതയുള്ളൂ. കണ്ടാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണാന്ന് പറയും. കെട്ടിച്ചാന്ന് പോലും പറയില്ല. മോളെന്നാ എന്റെ കെട്ടിയവൻ വിളിക്കുന്നത്, ഞങ്ങളുടെ കാണുക. എന്നിട്ട് പിന്നെ ഈ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ നടക്കല്. അങ്ങനെ അത് നടന്നു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ഈ വീട്ടിലുള്ള പാത്രവും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന കൊണ്ട് കൊടുക്കുക. വീട്ടിലുള്ള തേങ്ങ മുഴുവൻ കൊണ്ട് കൊടുക്കുക. പിന്നെ ഇവിടെ മൂത്ത കൊച്ചിനെ 30 വയസ്സായിട്ടും എന്റെ കെട്ടിയവൻ ആ കൊച്ചിന്റെ കല്യാണം നടത്തി കൊടുക്കുന്നില്ല. ഒരു 5-6 കൊല്ലം മുമ്പേ തൊട്ട് പറയുന്നുണ്ട് കൊച്ചിന്റെ കല്യാണം നടത്തണം. എന്ത് ചെയ്ത കല്യാണം നടത്തൂല. അപ്പൊ ഞാൻ കെട്ടി വന്നത് ഒരു പഴയ വീട്ടിലായിരുന്നു. ഒരു ചെറിയൊരു ഷെഡ് മാതിരിയിലുള്ള ഒരു വീട്. അത്ര കൊള്ളാവുന്ന വീടൊന്നല്ലായിരുന്നു. പിന്നെ ആ വീട് ഇടിഞ്ഞു വീഴുന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ താനെ പണിത ഒരു വീട്ടിലാണ് കിടന്നത്. ചൂടുകട്ടയിൽ പിടിച്ചതാ. എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു, എനിക്കൊരു നല്ല വീടായിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ, വീടാക്കണം എന്ന് പറഞ്ഞു. വീടാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി എന്ത് ചെയ്ത വീട് നോക്കൂല. പോയി നോക്കുന്നതൊന്നും ഇഷ്ടപ്പെടൂല. നമുക്കിവിടെ 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതില് 1/2 ഏക്കർ സ്ഥലം വിറ്റു. എന്നിട്ട് ഞങ്ങള് പോലീസ് സ്റ്റേഷനിലെല്ലാം ചെന്ന് പരാതി കൊടുത്തു സാറേ. ആദ്യമൊക്കെ എന്റെ കൂടെ പുള്ളി തന്നെ പരാതി കൊടുത്തിട്ട് ഞങ്ങളോട് 10 മണിയാകുമ്പോ ചെല്ലാൻ പറയും. അങ്ങനെ ചെന്നിട്ട് ആദ്യമൊക്കെ എന്റെ കൂടെ എന്റെ കാര്യം വന്ന് അന്വേഷിച്ചു, ഞാൻ എങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയാണ് എന്നൊക്കെ. അവരന്വേഷിച്ചപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ആ പെണ്ണ് വെറും പാവം പെണ്ണാണ്, പിന്നെ ഈ പുള്ളിയാണ് ഭയങ്കരൻ, അവൻ പഠിച്ച കള്ളനാണ് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് സാറുമാര് അവര് വിളിക്കുമ്പം പുള്ളിയെ അടിക്കാനൊക്കെ ചെല്ലുമ്പോ നമ്മുടെ കൺമുമ്പിലിട്ട് അടിക്കുമ്പോ നമ്മള് എങ്ങനെയാന്നാ പറയുന്നത് സാറേ? നമ്മുടെ കാണാണ്ട് വിളിച്ചു മാറ്റി 2 കൊടുത്താൽ എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ മുന്നിട്ടിട്ട് അടിക്കാനൊക്കെ തോന്നുമ്പോൾ ഞാൻ പറയും വേണ്ട സാറേ, എന്റെ മുന്നിലിട്ട് അടിക്കണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അന്നേരമെങ്കിലും ഞാൻ വിചാരിച്ചു അത് നേരെയായി വരുമെന്ന്. ഇപ്പൊ എന്റെ സാറേ ഒന്നിന്
3 ഇരട്ടിയായിട്ട് ഈ അമ്മേനെ മോളെ കൊണ്ട് തന്നെ നടക്കുക. ഈ 2 കൊച്ചും കൊണ്ട് ഒരു കാര്യം നോക്കുവോ ഒന്നുമില്ല. ഈ മൂത്ത മോന് 8ാം ക്ലാസ് തൊട്ട് കണ്ട് സ്നേഹിച്ചു വെച്ച പെണ്ണ. അവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ്. അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കൂല, അങ്ങനെയെല്ലാം പറഞ്ഞായിരുന്നു ആദ്യം ഒരു ഒച്ചപ്പാട്. ആ പെങ്കൊച്ചിന് എന്റെ മോനേക്കാളും കാശുണ്ട് ജോലി ചെയ്ത് കിട്ടുന്നത്. അവള് നേഴ്സാണ് UK-ല്. എന്റെ മോനും അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് തമ്മിൽ ഒരു കുഴപ്പമില്ല, അവര് നല്ല സ്നേഹമായിട്ട് അവര് ജീവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 2ാമത്തെ മോന് 28 വയസ്സായ ഒരു മോൻ ഇവിടെ ഉണ്ട്. അവന് IPS എഴുതാൻ പോകുമ്പോ അവനോട് പറയും, പിന്നെ നിനക്ക് ജോലി കിട്ടൂല, പിന്നെ നീ വെറുതെ എഴുതുന്ന. മക്കളുടെ ഒക്കെ കേക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ സാറേ മക്കൾക്ക് പിന്നെ എഴുതാൻ തോന്നുവോ? നല്ലപോലെ പഠിക്കുന്ന 2 കൊച്ചുങ്ങളാ, നല്ലപോലെ. ഞാൻ വിളിച്ചത് ഇത് തന്നെയാ സാറേ. ഇപ്പം ഈ ഭർത്താവ് ഒരു കുടുംബത്തിലെ തന്നെ അമ്മേനെ മോളെ, അമ്മയ്ക്ക് ഒരു 58 വയസ്സ് കാണും. 58 അല്ലെ 60 വയസ്സിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. അമ്മേനെയും കൊണ്ടായിരുന്നു. ഇപ്പം നിലവിലെ ആള് ചേച്ചിയുടെ കൂടെ ഉണ്ടോ? ആളെന്റെ കൂടെ ഉണ്ട്. എന്നിട്ട് വീട്ടിലുള്ള സാധനം മുഴുവൻ കൊണ്ട് കൊടുക്കുക, തേങ്ങ കൊണ്ട് കൊടുക്കുക. നമുക്ക് ഒരു 1 ഏക്കറിനകത്ത് കുറച്ച് റബ്ബർ വെട്ടാനുണ്ട്. ഇത് 3-3.5-4 കൊല്ലമായി അത് വെട്ടൂല. പിന്നെ കൊച്ചുങ്ങള് പുതിയ വീട് പണിയാൻ പറഞ്ഞു. ഇപ്പം മൂത്ത മോൻ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അവന്റെ കല്യാണം. അപ്പൊ അവൻ ഗർഭിണിയായിട്ട് അവന്റെ പെണ്ണും ഇങ്ങോട്ട് വരാനൊക്കെ ഇരുന്നായിരുന്നു. വീടില്ലാഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ അവര് വരുന്നില്ലെന്ന് വെച്ചു. എന്നിട്ട് വീട് പണിയാൻ പറഞ്ഞിട്ട് വീട് പണിയൂല. ഈ സ്ഥലത്തിന്റെ കാശും കയ്യിൽ വെച്ചിട്ട് ഈ പെണ്ണും കൊണ്ട് കൊടുക്കുക. അത് ചില്ലറ കാശൊന്നുമല്ല സാറേ കൊടുക്കുന്നേ. 5000, 10000, 15000, 20000 ഇങ്ങനെയൊക്കെ കൊടുക്കും. ഇവര് വാടക വീട്ടിലാണ് താമസിക്കുന്നേ. ഇവർക്ക് വേറെ സ്ഥലം മേടിച്ചു കൊടുക്കുക, ഇവർക്ക് വീട് പണിത് കൊടുക്കുക, ഇവർക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൊണ്ട് കൊടുക്കുക. ഇവരുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ നടക്കുക. രാത്രി വന്നു കഴിഞ്ഞ് എന്നും ഒച്ചപ്പാട്. ഒന്നെങ്കിൽ നാട്ടുകാരെ, അല്ല പുള്ളിയുടെ സ്വന്തം ആൾക്കാരെ, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെ ഇടപെട്ട അവരെ കിടന്ന് തെറി വിളിക്കും. അതങ്ങനെ. എന്നിട്ട് പിന്നെ വീട്ടിൽ എനിക്കൊന്ന് സ്വൈര്യം തരൂല. ഇങ്ങനെ എന്നിട്ട് കുറെ വട്ടം ഈ പറയുന്നത് തന്നെ പറഞ്ഞപ്പോഴും ഇളയ മോൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, പിന്നെ അത് തന്നെയല്ല ഈ കേൾക്കുന്നത് തന്നെ കേട്ട് തഴമ്പിച്ചു, മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ ചോദിക്കും. അപ്പൊ ഈ കൊച്ചിന്റെ നേരെ ഒച്ചപ്പാടും കൊണ്ട് ചെല്ലും. എന്നിട്ട് അപ്പനെ അടിക്കുന്ന എങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ടാപ്പ് അടിച്ചു പൊട്ടിക്കും, കസാര അടിച്ചു പൊട്ടിക്കുക. എന്നാലെങ്കിലും നിർത്തട്ടെ എന്നോർത്ത്. ഞങ്ങളിത് കേട്ട് മടുത്തു സാറേ. കുറെ വട്ടം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോന്ന് നോക്കി, പക്ഷെ ദൈവം എന്തോ സമ്മതിക്കുന്നില്ല. ദൈവം എന്തോ ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സാറേ ഈ കേസ് കെട്ടൊന്ന് ഒഴിവാക്കി തരണം. ഇപ്പം ഈ പുള്ളിക്കാരന് 60 വയസ്സുണ്ട്. 58 വയസ്സൊന്നും 56 വയസ്സും വെച്ചുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. കണ്ട 16 വയസ്സുകാരനെ പോലെയാ ഉള്ളേ. നല്ല ആരോഗ്യമാണ്, ഒരസുഖവും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ സ്ഥലത്തിന്റെ കാശ് എടുത്തിട്ട് ഇങ്ങനെ ചെലവാക്കി കളയുവാണ്. പിന്നെ രണ്ടാമത് ഇപ്പം ഈ പെണ്ണിന് ആദ്യം 2 പെങ്കൊച്ചുങ്ങളായിരുന്നു ഉള്ളതെന്ന്. ഇപ്പം ഈ പുള്ളിക്കാരന്റെ കൂടെയുള്ള കിടന്നിട്ട് ആദ്യം ഒരു കൊച്ചായി, അതിന് 2.5 വയസ്സുണ്ട്. ഇപ്പം 2ാമത്തെ ഗർഭിണിയായിരിക്കുന്നു. ഈ പുള്ളിയെ അതുകൊണ്ടാണ് എന്ത് ചെയ്തെന്ന് നിർത്തൂല. അത് തന്നെയല്ല, വീട്ടിൽ വന്ന് ഭയങ്കര ഒച്ചപ്പാട് പറഞ്ഞു. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. 12 മണിയും 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങള് കിടന്നൊന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ? വാതിലുള്ളത് ചവിട്ടിപ്പൊളിക്കും. പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ കിടക്കുന്ന റൂമിൽ വാതിലുണ്ട്. ആ വാതിലന്ന് അടച്ചു കയറി അതിനകത്ത് കിടന്നാൽ പോരെ. ഞങ്ങൾ ആരും ഒന്നിനും പോകുന്നില്ല. ഞങ്ങൾ ഒരു കച്ചറയ്ക്കൂല. ഇപ്പൊ ഈ നോമ്പുകാലമായിട്ട് ഞാൻ നോമ്പെടുത്ത് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് പറയുന്ന നിന്നെ നന്നാവാൻ വിടൂലെന്ന്. പള്ളിയിൽ പോയാൽ കുറ്റം, നോമ്പ് പ്രാർത്ഥന എന്തെങ്കിലും ബൈബിൾ കാര്യം എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് കുറ്റം. ഇങ്ങനെയൊക്കെയാണുള്ളത്. നാട്ടുകാരോട് മുഴുവൻ ചെന്ന് എന്റെ കുറ്റങ്ങൾ ഇല്ലാത്ത പറഞ്ഞു കൊടുക്കുക. പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്കല്ലേ എന്നെ അറിയാം. പുറത്തോട്ടുള്ളവരൊക്കെ അത് നേര് വിശ്വസിക്കുന്നു. ഇവൾക്ക് ഉള്ള സാധനങ്ങളെല്ലാം തിന്നുന്നതായിട്ട് ഇവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുകയില്ല. ഇവൾക്ക് തിന്നാനുള്ളത് ഹോട്ടലിൽ നിന്നാണ് മേടിച്ചു കൊടുക്കുക. ഇവൾക്ക് വിറകില്ല, വിറക് പറക്കിക്കൊണ്ട് ഇയാൾ കൊടുക്കുക. പിന്നെ ഇപ്പം വിറക് പറക്കുന്നില്ല, ഇപ്പൊ അവൾക്ക് ഗ്യാസൊക്കെ മേടിച്ചു കൊടുത്തു തോന്നും. പക്ഷെ ഇവരുടെ കെട്ടിയാന് എന്റെ കെട്ടിയാനെ കത്തിക്ക് കുത്താൻ ചെന്നെന്ന് പറഞ്ഞു. അത് ഇവിടെ പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, തേങ്ങ പറിക്കുന്ന കാശ് ചോദിച്ചു ചെന്നപ്പം ഇവന് കത്തിക്ക് കുത്താൻ ചെന്നു. തേങ്ങ പറിച്ച കാശ് ചോദിച്ചാല് ചോദിക്കാൻ ചെന്ന ആരെങ്കിലും കത്തിക്ക് കുത്താൻ ചെല്ലുവോ സാറേ? പിന്നെ ഈ
പെണ്ണിന്റെ അമ്മയുടെ ആങ്ങള അവർക്ക് ഹോട്ടലുണ്ട്. അപ്പൊ ആ ആങ്ങള ഈ എന്തോ പറഞ്ഞപ്പം ചേട്ടനെ ബെഞ്ച് പൊക്കി അടിക്കാൻ ചെന്നെന്ന് പറഞ്ഞു. അത് വേറൊരു കേസ് കേട്ട്. പിന്നെ ഈ ചെറുക്കനെ ഇപ്പൊ നിലവിലില്ല. ഇവനെ എങ്ങനെയാ മരിച്ചതെന്നും അതും പിടിക്കണം സാറേ. അത് ഒരു പാവം ചെറുക്കനായിരുന്ന എല്ലാവരും പറയുന്ന ആ പെണ്ണിന്റെ കെട്ടിയവൻ. ഒന്നെങ്കിൽ എന്റെ കെട്ടിയവരൊക്കെ കൂടി ഈ തള്ളയുടെ മൂത്ത ചേർത്തി കെട്ടിയവനും അനിയത്തി കെട്ടിയവരും കൂടി ഞാൻ പറയുന്ന അതിനെ ചിലപ്പോ തട്ടിയിട്ടുണ്ടാവുന്ന. അല്ലെങ്കിൽ ഇവൻ ചിലപ്പോ ഈ പെണ്ണ് അശുവായിട്ടായിരുന്നു ഉണ്ടായിരുന്നെ. ഊതിയ താഴെ വീഴും, ഒരു അണിവരല് പോലെ ഇരുന്ന. അതിനെ നന്നാക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മേന്റെ കൂടെ കൊണ്ട് ഈ പുള്ളി കിടക്കാൻ പോകുന്നത്. ഇപ്പൊ പെണ്ണും നല്ലപോലെ നന്നായി, അമ്മ അതിനേക്കാൾ സുന്ദരി. ഇവര് മേക്കപ്പ് കെട്ടി ഇങ്ങനെ ഇരിക്കുക, എന്റെ കെട്ടിയവൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കുക. ഇവിടെ ഞങ്ങൾക്കാണോ ഒരു വീട് പണിയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പണിതോളാം, ആ സ്ഥലത്തിന്റെ കാശ് തരാൻ പറഞ്ഞു. അത് ഒട്ടു തരുകയില്ല. എന്നിട്ട് ഇങ്ങനെ ഈ പണിക്ക് പോവാന്നും പറഞ്ഞു പോയി ഈ പെണ്ണിനെ കൊണ്ട് നടക്കും, പെണ്ണിന്റെ കൂടെ കിടക്കുക. എന്നിട്ട് 6 മണി കഴിയുമ്പോ ഇവളെയും കൊണ്ട് ഇതിലെല്ലാം കറങ്ങി അടിച്ച് രാത്രി 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെയൊക്കെ സാറേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയാൽ മതി. ഈ സ്ഥലം 1/2 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ അപ്പനും അമ്മയും പ്രായം ചെന്നവരായിരുന്നു. എന്നിട്ട് ഒറ്റ മക്കളില്ലായിരുന്നു. ഇവരുടെ അപ്പനെ നോക്കാൻ ആരുമില്ലായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ആ അപ്പനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. സ്ഥലം കിട്ടുമായിട്ട് എനിക്ക് സ്ഥലം തരാനൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതാണ്. അങ്ങനെ നോക്കിയ വകയില് അവര് തന്ന സ്ഥലമാണ് ഈ 1/2 ഏക്കർ സ്ഥലം. ആ സ്ഥലം വിറ്റതാണ് ഈ കൊണ്ട കളിക്കുന്നത്. ആ അപ്പനാണെങ്കിൽ തൂറി വാരിയെല്ലാം എറിഞ്ഞ സാറേ ഇതൊന്നും ഞാൻ ഇന്നവരെ ഞാൻ ഒരുത്തരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയല, തൂറി വാരി എറിഞ്ഞ മെഴുകു പോലെയായിരിക്കും ഈ തീട്ടം. എന്നിട്ട് അതിന്റെ നാറ്റം കൊണ്ട് 1 മാസം ഞാൻ കഞ്ഞി കുടിക്കാതെ കിന്നിട്ടുണ്ട്, വെറും വെള്ളം കുടിച്ച്. ഈ കെട്ടിയവന് അന്ന് പണിക്ക് പോണം. ഇവിടെ ഒരു വരുമാനം ഇല്ലായിരുന്നു എന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോ. ഞങ്ങൾ ഈ പെണ്ണിനെ വിടണം, ഈ പെണ്ണിനെ തള്ളേനെ പരിച്ഛേദം വിടണം. വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ മുമ്പോട്ട് ഒട്ടും ജീവിക്കാൻ പറ്റൂല. എനിക്ക് 28 വയസ്സായ ഒരു മോനൂടെ ഇനി കല്യാണം കഴിക്കാനുണ്ട്. അവനും പെണ്ണുണ്ടോ കല്യാണം നടത്തി. ഇതിപ്പോ ഇങ്ങനെ ഈ കേസ് കേട്ട് നമ്മുടെ ഈ നാട്ടിലെല്ലാം പറഞ്ഞു. ഇനി ഇത് നിർത്താണ്ട് നിന്നാല് ആ പെങ്കൊച്ചും വന്ന് ഇവിടെ നിൽക്കുവോ? എന്നെ ആര് നോക്കും? എന്റെ കാര്യം നോക്കുന്നേ ഇല്ല. എന്റെ കാര്യം മൊത്തം നോക്കുന്ന എന്റെ മൂത്ത മകനാണ്. പിന്നെ ആ കൊച്ച് എനിക്ക് വേണ്ടി കാശ് ചെലവാക്കിയാലും അതിനും എന്നെ കടന്ന് പൂരം തെറിവിളി. കൊച്ചുങ്ങൾ പറയാ അപ്പനല്ലല്ലോ ചെലവാക്കിയത്, ഞങ്ങളല്ലേ ചെലവാക്കിയത്. എന്റെ അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഒരു സങ്കടവും ഇല്ല. മേലെ ഈ കാര്യം പറയാം എന്റെ അമ്മയെ വിഷമിപ്പിക്കലെന്ന് പറയും. എന്നാലും പിന്നെ ഇങ്ങനെ എന്നെ ഇതേ പറഞ്ഞു ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കും. എന്ന് വെച്ചാല് 4.5 കൊല്ലം ഇപ്പൊ ഇതും കൊണ്ട് നടക്കുന്നേ. എന്നിട്ട് ഇവര് എന്ത് ചെയ്താല് പുള്ളി സമ്മതിക്കൂല. ഈ പെണ്ണിന്റെയും കൊച്ചിന്റെയും ഒക്കെ ഫോട്ടോ ഇട്ടേക്കുന്നതും ഈ പെണ്ണിനെ ഞാൻ അറിഞ്ഞപ്പം കൊച്ചിന്റെ മാത്രം തിരിച്ച് അവളുടെ തല തിരിച്ച് പിടിച്ച്. അതുപോലെ തന്നെ അമ്മേന്റെ ഈ പെണ്ണിന്റെ ആദ്യത്തെ കെട്ടിലെ പിള്ളേരെയും ഒക്കെ ഇട്ട് ഫോണിലിടുന്നു. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ കൊച്ചിന്റെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഇവർക്ക് ഫോണിന് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം. അപ്പൊ അതുപോലെ തന്നെ എന്റെ മൂത്ത മോന് ഈ അപ്പന്റെ ഈ ഫോൺ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പം അവൻ ഫോണിൽ കൂടെ എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഇവന് എല്ലാ വിവരം കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഇവന് തുറന്നു പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിലും വലിയ പ്രശ്നമാവൂലേ. അതുകൊണ്ട് ഒരു ദിവസം അവനങ്ങനെ പുള്ളിക്കാരൻ കൂത്തുപറമ്പ് നിന്നപ്പോ കൊച്ച് ചോദിച്ചു, അച്ചാച്ചൻ എവിടെയാ ഇപ്പൊ ഉള്ളതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഞാന് പെരുമന്നല്ലാന്ന് പറഞ്ഞു. അവന് അത്ര കള്ളത്തരം അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയി, അച്ചാച്ചൻ ഇപ്പൊ കൂത്തുപറമ്പല്ലേ നിൽക്കുന്നത്. അന്നാണ് സാറേ ഈ മനുഷ്യന് ഈ പെണ്ണിനെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. തലശ്ശേരിയിലാണോ കൂത്തുപറമ്പെന്നാണോന്ന് അറിയത്തില്ല. അങ്ങനെ പക്ഷെ ഞാന് വിഷമിക്കും, ആത്മഹത്യ വല്ലതും ചെയ്യോ ഇങ്ങനെയൊക്കെ ഉള്ള പേടിച്ചിട്ട് മാനസിക രോഗിയായിട്ട് വരുവോ എന്നല്ല ഓർത്തിട്ട് എന്റെ മൂത്ത മോൻ എന്നോട് പറയും മമ്മിയില്ല മമ്മിയോട് ആരോ ഇത് തെറ്റിദ്ധരിക്കാൻ പറയുന്നത്. പക്ഷെ ആ കൊച്ചിന് ഈ കാര്യം മുഴുവനും അറിയാം. പക്ഷെ അവൻ അത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. അവന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഈ പുള്ളി ഈ പെണ്ണിന്റെ കൂടെ കിടക്കാൻ പോകുന്നു. ഞങ്ങളെല്ലാം വീട്ടിൽ വന്നപ്പം ഞങ്ങൾ നോക്കുമ്പോൾ പള്ളിയുടെ അവിടെ നിന്നൊന്നും കണ്ടില്ല. എന്നിട്ട് അവസാനം അന്വേഷിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു ചിലപ്പോൾ വീട്ടിൽ പോയതായിരിക്കും എന്ന് പറയും. ഇവിടെ വന്ന് നോക്കും, വീട്ടിൽ വരുമ്പം ആളും എത്തിയിട്ടില്ല. ഇവർക്ക് ബാക്കി വരുന്ന ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം എല്ലാം ഈ പെണ്ണിന്റെ ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുന്നു. ഈ പെണ്ണിന്റെ കൂടെ കടന്നു വെച്ച് മെല്ലെ ലാസ്റ്റാണ് വരുന്നത്.
1.5 മണിക്കൂറോളം മക്കള് ആ വണ്ടിയിൽ ഇങ്ങനെ കുത്തിയിരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വന്ന ആ കൊച്ചിനെ അന്ന് രാത്രി തൊട്ട് അവര് പോകുന്നോടം വരെ 2-3 ദിവസം അവിടെ വീട്ടിൽ നിന്നുള്ളൂ. പോകുന്നോടം വരെ ഈ പെങ്കൊച്ചിനെ തെറി വിളിക്കുന്നു. എന്നിട്ട് ഈ കൊച്ചു പോവുകയെന്ന് പറഞ്ഞപ്പോ സ്തുതി എല്ലാനൊക്കെ ചെന്നിട്ട് സ്തുതി പിടിക്കൂല. എന്നിട്ട് അവസാനം അവള് സങ്കടത്തോടെ അവനെയും കൂട്ടി ഇറങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അവര് പോയ പുറകെ എന്റെ മേലെ എന്നോട് കടന്നു ഒച്ചപ്പാട്. ഇത് അവരോട് ആ പോലീസുകാരോട് പറയണം സാറേ, ഇത് സൂത്രത്തിൽ ഇത് പിടിക്കണം, ഇത് പഠിച്ച കളഞ്ഞ സാറേ. ഇത് അങ്ങനെ ഇതിപ്പം എന്നാന്നറിയോ, ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ഒരു IPS കാരനുണ്ട്. ആ സാറിന് ഇപ്പം പെൻഷനായിട്ട് നിൽക്കുവാണ്. അതും ഇതുപോലെ പ്രശ്നം. ഈ കെട്ടിയോൾമാര് ഇവരൊക്കെ ഈ എന്റെ കെട്ടിയന്റെ ചേട്ടന്മാരുടെ ഒക്കെ വെച്ച് നോക്കുമ്പം ആ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് 1-2 മക്കളായതോടെ അവര് ഈ ലൈംഗിക പരിപാടി നിർത്തിയതാ. എന്നിട്ട് ഒരു സാറേ അവര് 3 പേരും ഒരു പെണ്ണുങ്ങളുടെയും പുറകെ അവര് പോയിട്ടില്ല. അന്തസ്സമണ്ണ അവര് നല്ല മര്യാദക്ക് ജീവിക്കുന്നു. ഇപ്പൊ എന്റെ ഈ കെട്ടിയോന് ഞങ്ങൾ ഒരുമിച്ച് 31 കൊല്ലം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ഈ പരിപാടി ചെയ്ത് ജീവിച്ചതാ ഞങ്ങള്, ഈ പെണ്ണിന്റെ കൂടെ പോകുന്ന സമയത്തും. എന്നിട്ടാണ് ഈ പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ കൊള്ളൂലാണ്ട് വന്നത്. ഒന്ന്. രണ്ടാമത് എന്നിട്ട് എന്നെ എന്നും കട്ടിലേന്ന് ഉരുട്ടി താഴെ വിടും. അങ്ങനെ എനിക്ക് വല്ലാതെ ബ്ലീഡിങ് വന്നു. അങ്ങനെ എന്റെ ഗർഭപാത്രം എടുത്തു കളഞ്ഞു. ഇപ്പൊ പറഞ്ഞു നടക്കുന്നതെന്ന് പറയാ, എന്റെ ഗർഭപാത്രം എടുത്തുന്നു. അതുകൊണ്ട് എന്നാ ജീവിതത്തിൽ എന്നാ പുള്ളിക്ക് സുഖമില്ലെന്ന്. ഈ പെണ്ണുങ്ങളുടെ എല്ലാം ഗർഭപാത്രം എടുത്തെന്ന് പറഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോവാണ് സാറേ എന്റെ. ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പരിച്ഛേദം പൊക്കോ, നമ്മുടെ കൂടെ ഞങ്ങൾക്ക് നിൽക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഒന്നുകിൽ ആ പെണ്ണിനെ വിടണം, അല്ലെങ്കിൽ പൊക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പുള്ളി എല്ലാവരോടും പറഞ്ഞ പുള്ളി ഇല്ല എന്ന്. ഇങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. ശരിക്കും സംഭവം സത്യമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇത് സത്യം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ മുദ്രപത്രത്തെ പേര് എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾക്ക് ഇത് സത്യം അല്ലെങ്കിൽ 4 ആളുടെ മുന്നേ വെച്ചിട്ട് എന്റെ കഴുത്ത് വെട്ടിക്കൊന്നോളം പറഞ്ഞു. ഒറ്റ വെട്ടിനെ എന്നെ കൊന്നോണെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ സാറേ ഈ തെളിവ് ഞാൻ പിന്നെ തെളിയിച്ചു കൊടുക്കേണ്ടത്, ഇത് സത്യം അല്ലെങ്കിൽ? അച്ഛന് മാനസിക രോഗം ഉണ്ടായിരുന്നു. ഒന്ന്. അത് കഴിഞ്ഞപ്പം ഒരു മിലിറ്ററിക്കാരൻ ചേട്ടനുണ്ടായിരുന്നു. പക്ഷെ അത് അമ്മ മോളും കൂടി പുള്ളിക്കാരനെ വട്ടിന്റെ ഗുളികയൊക്കെ കൊടുത്ത് അങ്ങനെ ഭ്രാന്തനാക്കിയത്. അപ്പം ഭ്രാന്തനാണല്ലോ. അപ്പൊ ആ പേരിന്റെ ഇതില് ഈ പുള്ളി ബന്ധുക്കോസി പോകാൻ തുടങ്ങി. അപ്പൊ അവിടെ ഇതുപോലെ ഒച്ചപ്പാടും അടിയൊക്കെ ആയിരുന്നു. അങ്ങനെയായി കഴിഞ്ഞപ്പം 3 പെമ്പിള്ളേരായിരുന്നു ആ പെമ്പട്ടോത്തിക്കുള്ളേ, ആ ചേട്ടനുള്ളേ. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ പോയി വേറെ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ ഭാവി നശിക്കുമല്ലോ. അപ്പൊ അങ്ങനെ അതിന്റെ പേരില് ഇവര് മാനസിക രോഗത്തിനുള്ള ഗുളിക കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് പുള്ളിക്ക് അത് അവസാനം മാനസിക രോഗിയായിട്ട് വന്നു. മിലിറ്ററിയില് അവര് മൊത്തം ചെക്കപ്പ് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെയുള്ള അസുഖമുള്ളവരെ അവരെ എടുക്കില്ലല്ലോ. അപ്പൊ പുള്ളി പെമ്മക്കളൊക്കെ ഉള്ളതെന്നും പറഞ്ഞ് പെൻഷൻ ആവുന്നതിന് മുമ്പ് പോന്നതാ. അപ്പൊ ഈ ചേട്ടത്തി ഇങ്ങനെ ചെയ്തു. ഞാൻ പറയുന്നു സാറേ, എന്റെ ചേട്ടന്മാരുടെ കെട്ടിയോടെ കയ്യിലെ എന്റെ കെട്ടിയായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇന്ന് മാനസിക രോഗിയായിട്ടോ അല്ലെ 6 മണ്ണിൽ 7 കൊണ്ടേ പോയേനെ. ഞാൻ ഇതിനൊന്നിനുള്ള ആളല്ല സാറേ. ഞാൻ സത്യം പറയാമല്ലോ, എന്റെ വീട്ടുകാരും ആരും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഇനി ഇയാൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, എനിക്ക് ഒരു സങ്കടമില്ല സാറേ. അയാളുടെ കൈ കൊണ്ട് ഞാൻ മരിക്കാൻ വരെ റെഡിയാ. ഇതെനിക്ക് സഹിക്കാൻ പറ്റൂല സാറേ. വേറൊരു പെണ്ണിന്റെ കൂടെ പോയി ഒന്നുമല്ല, 2 പെണ്ണുങ്ങളെ കൊണ്ടാ നടക്കുന്നത്. നിങ്ങളുടെ ജീവൻ പുള്ളി അപകരിക്കാൻ സാധ്യതയുണ്ടോ? അതാ ഇപ്പൊ ഞാനിത് നമ്മുടെ പള്ളി കരപറമ്പ് പള്ളി അച്ഛനറിയോ അല്ല സാറിനറിയോ? അവിടുത്തെ ആ റാപ്സിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ഈ മോന് UK ഒരു ജോലി ശരിയായി വന്നതാണ്. 5 ലക്ഷം രൂപ ഞങ്ങൾ അടച്ചതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനിത് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ഈ പുള്ളി എനിക്ക് ഭയങ്കര ദ്രോഹമാണ്. ഇത് കൊണ്ട് എന്റെ വായിൽ കൊണ്ട് വെക്കുക, പിന്നെ അതുപോലെ തന്നെ എന്റെ മുഖത്തോടെല്ലാം ഇങ്ങനെ ഇട്ട് വരയ്ക്കുന്ന വഴിയില് എന്റെ കണ്ണിന് വന്ന് തട്ടി തലയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഇടിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്റെ മുഖത്ത് എന്റെ കണ്ണ് കാണണ്ടാന്നൊക്കെ പറഞ്ഞ് എനിക്ക് തിളച്ച ചായ കൊണ്ടുവന്ന് എന്റെ മുഖത്തേക്ക് ഒഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയില്ല, എന്റെ മുടിക്കുത്തിനൊക്കെ പിടിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ ഞാനിത് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛന്റെ പ്രാർത്ഥനയിൽ എങ്ങനെയോ ഈ കൊച്ചിന്റെ ഇപ്പൊ ജോലി ഇങ്ങനെ കുറെ വിളിക്കുന്നുണ്ട് മോനെ, പക്ഷെ അതിങ്ങനെ തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇവൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും എന്റെ ജീവൻ അപകടത്തിലാവുന്നു. എന്തായാലും അച്ഛൻ നല്ലൊരു അച്ഛനാണത്. അച്ഛന് പ്രാർത്ഥനയിൽ എന്തോ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാ ഇപ്പൊ ഇവൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാറേ, ഇപ്പൊ എന്നെ കാത്തെന്ന് പറഞ്ഞ എന്റെ കൊച്ചുങ്ങൾ നിൽക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ജോലി വേണം. അവരുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയാ ഇപ്പൊ ഇത്രയും കാലം തന്നെ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്. പുള്ളി ഇല്ലെന്ന് ഇവിടെ എല്ലാവരോടും പറയുന്നുണ്ടല്ലോ, അതൊന്ന് തെളിയിച്ച് കിട്ടണം. എനിക്ക് അത്ര മാത്രം മതി സാറേ.
എന്നോട് പലരും പറഞ്ഞു അടിച്ചിട്ടാണേലും ഞങ്ങൾ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിന് നിൽക്കുന്നില്ല സാറേ. രണ്ടാമത് ഈ പുള്ളിയുടെ സ്വന്തം ചേട്ടൻ ഈ കാര്യമെല്ലാം പറഞ്ഞ് അവരെ വീട്ടിൽ ഒച്ചപ്പാടും കൊണ്ട് ഇരുന്നപ്പം ഞാൻ നല്ല പെണ്ണായതുകൊണ്ടായിരിക്കാമല്ലോ ആ പുള്ളി എന്റെ ഈ കെട്ടിയവനെ നല്ല പിടിച്ച് താഴെ ഇടുക്കുള്ളിൽ തട്ടി കത്തിക്കും. ഞാൻ പറയാ ഒന്നെങ്കിൽ ഇയാളുടെ കാലും കൈയും എല്ലാം വെട്ടിമുറിച്ച് അവിടെ ഇട്ടാനെ. ഞങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം ഉണ്ടായിട്ട് പോലും അവര് ഞങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പം ചായക്കടക്കാരൻ ഒരു ചേട്ടന്റെ കടയിൽ ഇരുന്നിട്ടപ്പം പോന്നപ്പം അയാൾ വിളിച്ചു പറഞ്ഞു, പുള്ളിക്കാരൻ നല്ല കുടിയാണ്, അപ്പം നിങ്ങൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടു വല്ല വണ്ടീന്റെ കീഴെ ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനാദ്യം കൂട്ടാൻ ചെന്നിട്ട് വണ്ടി കൊണ്ട് ചെന്നിട്ട് പുള്ളി കേറിയില്ല. അപ്പൊ രണ്ടാമത് ഇവന് എന്നോട് ഞാൻ പറഞ്ഞടാ എന്നാണേലും കെട്ടിയോനല്ലേ, വണ്ടീന്റെ അടിയിൽ പോയ മനുഷ്യരാണേലും പറയില്ലേ, ഞാൻ പോവാന്ന് പറഞ്ഞു. രാത്രിയാ സാറേ സമയം 9 മണി 9:30 കണ്ടായി. അന്നേരം ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഇവനോട് പറഞ്ഞു, അമ്മയ്ക്ക് വേറെ പണിയില്ല, അമ്മ പെരക്കകത്ത് കയറിക്കെന്ന് പറഞ്ഞു. എന്നിട്ടും സാറേ കെട്ടിയോനല്ലേന്ന് ഓർത്തിട്ട് ഞാന് കൂട്ടാൻ വേണ്ടി ചെന്നു. ചെല്ലുമ്പോഴാണ് സ്വന്തം ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ പുള്ളി ഒച്ചപ്പാടാ. എന്നിട്ട് അവര് നമ്മളോട് അറിയിച്ചൊന്നുമില്ല. എന്നിട്ട് ഞാൻ കയറി ചെന്ന് പുള്ളിയുടെ നിന്ന് കത്തി മേടിച്ച് ഞാൻ മാറ്റിക്കൊണ്ട് വെക്കാൻ ചെന്ന തക്കത്തിന് അവര് താഴെ ഒരു തിട്ട് ഈടി പിന്നെ ഒരു കുഴിയില. ആ തിട്ടിലേക്ക് ഈ പുള്ളിയെ അന്നത്തേലും ഇവരും ഈ സ്വന്തം ചേട്ടൻ മറിച്ചിട്ടു കഴിഞ്ഞ് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ ഇടിന്ന് താഴത്തെ ഇടിയിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പുള്ളിയുടെ കാലൊടിഞ്ഞോ നടുവൊടിഞ്ഞോ എങ്ങനെയാണേലും ഇപ്പം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നടന്നേനെ. ഞാൻ എന്നിട്ടും രക്ഷിക്കാൻ ചെന്നിട്ട് ആ കുഴിയിൽ നിന്ന് ഞാൻ പിടിച്ചെഴുന്നേപ്പിക്കാൻ ചെന്നിട്ട് എന്നെ കൈ വീശി അങ്ങനെ എന്റെ കണ്ണിന് തട്ടി എന്റെ നെഞ്ചിലടിച്ചു. ഈ ടെൻഷനും ഈ അടിയും എല്ലാം കൊണ്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞതാ നാവിന്റെ അടിയിൽ എനിക്ക് ഗുളിക വെക്കണം. ഈ ആവിലപ്പള്ളി പോകുന്നോണ്ട് സാറേ ഒരു ദിവസം ഒരു മുറി ഗുളിക എനിക്ക് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. നാവിന്റെ അടി ഞാൻ ഇന്ന വരെ വെച്ചിട്ടുമില്ല. എന്റെ ടെൻഷനും പോയി. ഈ എന്റെ ഞാൻ ഈ ഇതെല്ലാം വന്ന് ഞാൻ മെലിഞ്ഞൊക്കെ വന്നായിരുന്നു. മെലിഞ്ഞു വന്നപ്പോ എന്റെ കെട്ടിയവൻ പറഞ്ഞു ഞാൻ നന്നാവൂലെന്നൊക്കെ. ഞാൻ നന്നാവുകയാണെ പറയുന്ന പൈസ തരുമെന്ന്. നന്നാവാൻ പോയിട്ട് പൊന്നു സാറേ 25 പൈസയുടെ ഒരു നന്നാവാനുള്ള ഒരു മരുന്ന് എനിക്ക് തന്നിട്ടില്ല. ഇത്രയും കാലം ഈ പുള്ളിക്ക് എന്നെ ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യത്തിന് മാത്രം മതിയായിരുന്നു. ഞാനോ എന്റെ മക്കൾക്കോ ഒന്നും മര്യാദയ്ക്ക് നല്ലൊരു ഭക്ഷണം ഒരു സാമ്പാർ കറി പോലും ഞങ്ങൾ ഈ കുടുംബത്തിൽ വെച്ച് കഴിച്ചിട്ടില്ല. എന്റെ മക്കൾക്ക് അറിവായ പിന്നെയാണ് ഞങ്ങൾ മര്യാദയ്ക്ക് കറി വെച്ച് കൂട്ടുന്നവരെ. പൈസയെല്ലാം അന്ന് നന്നായിട്ട് പുള്ളിയുടെ ആരോഗ്യം നോക്കുമായിരുന്നു. പിന്നെ പാവപ്പെട്ട കൊച്ചുങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഓരോ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം എങ്ങനെയാന്ന് ചോദിച്ചാല് ഇവൾക്ക് കൊടുത്തിട്ട് തന്നെ പുള്ളിക്ക് തികയുന്നില്ല. പുള്ളിക്ക് തിന്നാൻ വരെ കാശില്ലാണ്ടാ കൊടുക്കുന്നത്. അങ്ങനെയാണുള്ള അവസ്ഥ. ചേച്ചിയുടെ പേരോ വിവരങ്ങളോ സ്ഥലമൊന്നും വെക്കാതെ വേണമെങ്കിൽ വോയിസ് ഞങ്ങള് ചാനലിലേക്ക് ഞാൻ കയറ്റി വിടാം, തെളിവായിട്ട് കിടക്കട്ടെ. അത് കിടക്കട്ടെ സാറേ, എന്നാലും കിട്ടോ. വോയിസ് മാത്രം, നിങ്ങളുടെ പേരോ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും പറയുന്നത്, നിങ്ങളുടെ അനുഭവങ്ങൾ കിടക്കട്ടെ ചാനലില്. പറഞ്ഞോ. ഒത്തിരി ദ്രോഹം ചെയ്തു സാറേ എന്നെ. ഞാൻ പറഞ്ഞിട്ട് ഈ തിളച്ച ചായ അപ്പൊ ഞാനിത് അറിയുന്നില്ല. എന്റെ ഞാൻ ഫ്ലാസ്ക് എടുത്ത് ഇറങ്ങി പോകാനെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് പുള്ളി എന്നെ കുറെ കിടന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളൊന്നും മിണ്ടായിരിക്കും, ഇവിടെ ചെറുക്കനുണ്ട് പെണ്ണ് കെട്ടാറായത്, പിന്നെ കൊച്ചിന്റെ ഭാവി തകർക്കല്ലേ എന്നൊക്കെ പറയും. അപ്പത്തേനും എന്നെ കിടന്ന് പൂരം വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് ഈ പെണ്ണ് കേസ് കേട്ട് തുടങ്ങിയ പിന്നെ എങ്ങനെയെന്നറിയോ, ഇങ്ങനെ കിടന്ന് തെറി പറയുന്ന കൂടുതലും എന്നാന്ന് ചോദിച്ചാല് ഞാൻ എന്തെങ്കിലും ഒന്ന് തുറന്നു പോയി ചീത്തയാവണമെന്നൊന്നുമില്ല. ഞാനൊന്ന് തുറന്ന അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് എന്നിട്ട് അങ്ങനെ ഇറങ്ങിപ്പോ പിന്നെ പിറ്റേ ദിവസം വൈകിട്ടാണ് പിന്നെ വരുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു അഡ്രസ്സും ഇല്ല. അതുപോലെ തന്നെ പിന്നെ എന്റെ ദേഹത്ത് ഈ ചായ ഒഴിച്ചു. ഒരു ചായക്കടക്കാരനെ മനഃപൂർവ്വം മേടിച്ചോണ്ട് വന്നാ തിളച്ച ചായ എന്ന് പറഞ്ഞ പൊന്നു സാറേ, പടി തന്നെ ഫ്ലാസ്കിലോട്ട് ഊറ്റിച്ചതാ. ആ ചായ കൊണ്ട് എന്റെ മുഖത്ത് കഴിയും. ഞാനത് ഭാഗ്യത്തിന് കണ്ടതുകൊണ്ട് ഞാൻ മുഖം തിരിച്ചു. അത് എന്റെ പുറത്തേക്ക് വന്ന് വീണു. മുഴുവനും പൊള്ളിയായിരുന്നു സാറേ. ആവിലപ്പള്ളിയിലെ അച്ഛന്റെ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നോണ്ട് ആ പൊള്ളലിന് ഒരു മരുന്ന് തേച്ചു. മരുന്ന് തേച്ചിട്ട് ചേച്ചിയോട് പറഞ്ഞു, നീ അങ്ങനെ കമന്ന് തന്നെ കിടക്കണം. ചേട്ടന്റെ വീട്ടിൽ പോയി ഞാൻ. അത് അതെന്നു ചോദിച്ചില്ലെങ്കിൽ ഇവിടുന്ന് കൊച്ചു ചെയ്തെങ്കിലും പിന്നെ ഞാനിത് പുറമേക്കാരോട് പറഞ്ഞ ആരും വിശ്വസിക്കൂല. എന്നിട്ട് ഞാൻ സ്വന്തം ചേട്ടന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോ അവര് കണ്ടപ്പോ പറഞ്ഞു,
ഇത് വല്ലാതെ പൊള്ളിയല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കാൻ, നീ അവിടെ നിക്കടി വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സാറേ ചേട്ടാ പോലീസിനെ വിളിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പൊള്ളലിന്റെ മരുന്ന് തേച്ചിട്ട് എന്നോട് പറഞ്ഞു നീ പോണ്ട ഇവിടെ കിടക്കെന്ന് പറഞ്ഞു കമന്ന്. എന്നിട്ട് ഞാൻ അവിടെ കിടന്നില്ല സാറേ, ഈ കൊച്ച് ഇവിടെ ഉള്ളത് കൊണ്ടും പിന്നെ ഇവന് ഞാൻ ചോറും കൊടുത്തില്ല. അവന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു. ഓൺലൈനിൽ സാധനം കൊണ്ടൊക്കെ പോയിട്ട് പൈസയാക്കണ്ടേ, അങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് നടക്കുക. അപ്പൊ അങ്ങനെ ഇപ്പം കാലൊക്കെ പൊട്ടിയതുകൊണ്ട് ഇവനെങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സാരമില്ല ഞാൻ പൊക്കോളെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഈ പൊള്ളിയന്റെ കൂടെ ഈ ഡ്രസ്സും കൂടെ ഇട്ടിങ്ങനെ ഒരയുമ്പോ അത് ചേന ചെത്തിയ പോലെ ഇരിക്കും, നീ പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എന്നാണേലും വേദന എത്തുന്നാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരണം. അതും രാത്രിയിൽ മെയിൻ റോഡിൽ കൂടെ വേണം സാറേ ഞാൻ നടന്നു വരാൻ. കൊല്ലുന്നവര് കൊല്ലട്ടെ എന്നല്ല ഓർത്തു വന്നു, ഒന്നും പറ്റാതെ ഞാൻ ഇവിടെ എത്തി. എന്നിട്ട് ഇവനെന്നോട് പറഞ്ഞു അമ്മയെന്ന് എനിക്കൊന്നും വേണ്ട, അമ്മ പോയി കിടന്നോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവന് ചോറും എടുത്ത് കൊടുത്തിട്ട് ഞാൻ പോയി കിടന്നു. നേരം വെളുത്തപ്പോണ്ട് എന്റെ പൊന്നു സാറ് ഞാൻ കരഞ്ഞ നേരം വെളുക്കോളം കിടന്നു. ഓരോ ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോണ്ട് പൊള്ളലിന്റെ വേദനയൊന്നും ഞാൻ അറിയുന്നില്ല. പ്രാർത്ഥിച്ചോണ്ട് തന്നെയാ കിടന്നെ. നേരം വെളുത്ത് കഴിയുമ്പോ ആ പൊള്ളലും ഇല്ല, പാടും ഇല്ല, ഒന്നുമില്ല സാറേ. അത് തിളച്ച വെള്ളം വീണെന്ന് പറയൂല അങ്ങനെ. എന്നിട്ട് ഞാൻ അവരെ കാണിച്ചപ്പോ അവര് പറയും ഇതന്നെ മറിമായെന്ന്. അങ്ങനെ ഞാൻ അതാ ആവുലപ്പള്ളിയിലെ അച്ഛന്റെ പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട്. ഇന്നും ഞാൻ ആ പള്ളി പോയിട്ട് വന്നു, എല്ലാ വ്യാഴാഴ്ചയുണ്ട് പോയിട്ട് വന്നു. അത് ഞാൻ ഇന്നും അച്ഛനെ കണ്ടിട്ടാ ഞാൻ വന്നേ. എന്റെ കൂടുതൽ വിവരം അറിയണമെങ്കിൽ അച്ഛന്റെ അടുത്ത് ചെന്ന് അച്ഛൻ പറഞ്ഞു തരും. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിച്ചെന്നാണ് SI ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിക്കാം കേട്ടോ. ധൈര്യമായിട്ട് ഇരിക്കുക. പുള്ളിയുടെ അടുത്ത് വീട്ടിൽ ശല്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലങ്ങ് വിളിച്ചു പറഞ്ഞു തരാം കേട്ടോ. ഉണ്ടാക്കി തരാം കേട്ടോ. ചേച്ചിയുടെ വോയിസ് ഞങ്ങള് ഉന്നത പോലീസ് അധികാരികൾക്കൊക്കെ കൊടുത്തേക്കാം. ധൈര്യമായിട്ടിരിക്കട്ടോ, ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഇത് എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് ഇതൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറയണം സാറേ. തെളിവായിട്ട് ചാനൽ കിടക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ കേട്ടോ. നിങ്ങളുടെ പേരോ വിവരങ്ങളോ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. വോയിസ് കിടക്കട്ടെ. അപ്പൊ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ വോയിസ് കേൾപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞോണ്ട് കേട്ടോ. ഞങ്ങൾ ഈ വോയിസ് ഇട്ട് കൊടുത്താം കേട്ടോ. അതിന്റെ ലിങ്ക് പോലീസ് ഇട്ട് കൊടുത്താം കേട്ടോ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ കേരളത്തിൽ കേട്ടോ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ സാർ. ഓക്കെ ചേച്ചി. സാറിന്റെ പേര് പറഞ്ഞില്ലായിരുന്നല്ലോ സാറേ? സിജോ മാത്യു എന്നാണ്. എന്തോ? സിജോ മാത്യു. സിജോയാ? സിജോ മാത്യു, കൂടെയുള്ള സിജി. സിജോയ് അല്ലേ? സിജോ മാത്യു. അത് അന്ന് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സാർ. അതിന്റെ മുമ്പേ ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, അതും ഞാൻ കേട്ടായിരുന്നു. അവരുടെ ആ പിള്ളേരുടെ അവസ്ഥയൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ കരഞ്ഞോണ്ട് കേൾക്കുമായിരുന്നു സാറേ. അതേപോലെ സ്നേഹിക്കുന്ന എന്റെ 2 മക്കളെ, അതുകൊണ്ട് ഇന്ന് എന്റെ 2 മക്കളും എന്റെ കൂടെ തന്നെയാ സാറേ. എനിക്ക് വേണ്ടി അവര് മരിക്കും. ശരി സാർ. ഓക്കെ. എന്തെങ്കിലും ഇതുപോലെ ഉദരങ്ങൾ സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ സാർ.